ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാനും എൻ്റെ അനിയനും കൂടെ നമ്മുടെ അമ്മയുടെ വീട്ടിൽ കൂടാൻ വന്നതിന് സമയത്ത് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒരുപാട് ഷോർട്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ ഒരു വ്ളോഗ് ആക്കാതിരിക്കാൻ തോന്നിയില്ല. ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി തരുന്നൊരു സ്ഥലങ്ങളാണ് കേട്ടോ. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിൽ കുറേ കളിച്ച് നടന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു. അത് മാത്രമല്ല, എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ അധികം ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ടച്ച് ദ ഗ്രാസ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അധികം റൂമിൽ തന്നെയാണ് ഞാൻ ഉണ്ടാവാറുള്ളത്. വർക്ക് ഫ്രം ഹോം ആണ്, അതുപോലെ സെൽഫ് സ്റ്റഡി ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ലിമിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാനെപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുന്ന സിറ്റുവേഷനിൽ അധികം വീഡിയോ എടുക്കുന്നു, മാക്സിമം എൻജോയ് ചെയ്യും, ഭയങ്കര എക്സൈറ്റഡ് ആവുകയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ ഞാൻ അധികം വീഡിയോ എടുക്കാറില്ല. കാരണം എനിക്കിങ്ങനെ കാം പീസ്ഫുൾ നേച്ചറായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ടൊക്കെ തോന്നാറുള്ളത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേര് സൺറൈസ് കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഈ ഒരു ലൊക്കേഷനിൽ. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ് സൺറൈസൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും സൂര്യൻ്റെ ആ ഒരു ചുമന്ന തുടുത്തുള്ള ആ ഒരു സീന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ കൈതത്തോട്ടം, അതുപോലെ റബ്ബർ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര അടിപൊളി ഫീലായിരുന്നു ഇങ്ങനെ ബൈക്കിലൊക്കെ രാവിലെ തന്നെ പോകാനായിട്ട്. ഇത് നമ്മൾ തിരിച്ചെത്തിയ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ചെറിയൊരു പൂച്ചക്കുട്ടിയായിരുന്നു കേട്ടോ. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു പൂച്ചയുടെ ആ ഒരു സ്കിന്നിൻ്റെ കളറും ആ ഒരു സൺലൈറ്റിൽ അത് നിൽക്കുന്ന സീനും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ അതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അതായത് ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചൈൽഡ്ഹുഡിൽ കുറേ വന്നിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്നുകൂടെ കറങ്ങി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്തും പോകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ട്രൂലി എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം.